ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതിന് ശബ്ദം കേട്ടില്ലേ? അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് എരുന്ത് കൊണ്ട് നമ്മളൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതേപോലെ ഫ്രഷ് എരുന്തൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മേടിച്ച് വെച്ചോ, വെറുതെ പാഴാവില്ല. ഒരു അടിപൊളിയാണ്. നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് ടേസ്റ്റ് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളിട്ടോ. അപ്പോൾ ഞാനിത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു ചെമ്പട്ടിയിലാട്ടോ ഞാനിത് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. അതിലാകുമ്പോൾ നമുക്ക് നന്നായിട്ട് ഇളക്കാനും ആ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി ഞാനിതാ കുറച്ച് അരി കഴുകിയിട്ടൊന്ന് കുതിരാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഒരു അരിപ്പയിലോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കുക കേട്ടോ. എന്നിട്ട് അതൊന്ന് നമ്മൾ ചീനച്ചട്ടിയിലോ അല്ലെങ്കിൽ ഓട്ടുപാത്രത്തിലോ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. എന്നിട്ടൊന്ന് അതൊന്ന് വറുത്തെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്കായിട്ട് ഞാൻ കുറച്ച് തേങ്ങ ചിരകിയതും അതിലേക്ക് കുറച്ച് 2 പച്ചമുളകും കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ ഇട്ടിട്ടൊന്ന് നന്നായിട്ട് ചതക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ നേരത്തെ നമ്മൾ അരി ഒന്ന് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു, അതൊന്ന് നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. ഒരു റവൻ്റെ ഒക്കെ തരി പോലെ ഒന്ന് ആക്കിയെടുക്കുക. നന്നായിട്ട് പൊടിയണമെന്നില്ല, കുഞ്ഞു കുഞ്ഞു തരികളുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഈ തേങ്ങ ഒന്ന് മിക്സിയിലേക്ക് ഇട്ടൊന്ന് ഒരു തേങ്ങ കൊത്ത് പോലെ ഒന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ അരച്ചാൽ മതി, നമുക്ക് കടിച്ചാലൊക്കെ കിട്ടുന്ന രൂപത്തിൽ. അപ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അതിന്. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി തിളക്കുന്ന ഈ ഒരു തോടൊക്കെ തുറന്നിട്ടുണ്ടായിരിക്കും കേട്ടോ. ഇതിൻ്റെ തോടോട് കൂടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ തോടൊക്കെ തുറന്നിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൻ്റെ വെള്ളം മാറ്റി വെക്കാം. ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ രൂപത്തിലൊരു വെള്ളം ഇതിന് കിട്ടും കേട്ടോ. ആ ഒരു വെള്ളത്തിൽ നമുക്കൊരു വേറെ റെസിപ്പി ഞാൻ പറഞ്ഞു തരാം ലാസ്റ്റ്. ഒരു വെള്ളത്തിൽ നമുക്ക് എന്താ ചെയ്യാന്നുള്ളത് കേട്ടോ. ആദ്യം ആ ചിരകി മിക്സിയിലിട്ട് അടിച്ചെടുത്ത തേങ്ങാക്കൊത്തും ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള ആ അരിമണിയും കൂടെ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇതിൻ്റെ എല്ലാ തോടിൻ്റെ ആ ഉള്ളിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി ചെല്ലണം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. നമ്മൾ ഇതിൻ്റെ വെള്ളം നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. എന്നിട്ട് ഒന്നും കൂടെ തിളപ്പിക്കാം. അങ്ങനെ കുറച്ച് വൃത്തിയുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ, നന്നായിട്ട് കഴുകിയിട്ട് വേണം കേട്ടോ അത് അടുപ്പത്ത് വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ മണ്ണിൻ്റെ ഒരു തരിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതൊന്ന് ഇതേപോലെ മിക്സാക്കി ഒന്ന് യോജിപ്പിക്കാം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് കുറച്ചൊന്ന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. അതൊക്കെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ ഈ അരിമണിയൊക്കെ ഒന്ന് അടിയിൽ പിടിക്കും. അപ്പോൾ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് വേപ്പിൻ്റെലൊന്ന് തൂവി കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് വേറെ രീതിയിൽ ചെയ്യാമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. വെളിച്ചെണ്ണയും ഇതൊക്കെ കൂടിയിട്ടിട്ട് ചീനച്ചട്ടിയിലൊന്ന് ആദ്യം വാട്ടിയെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ തൂമിച്ച് കൊടുക്കാം. നമ്മൾ വറവിടില്ലേ, അതേപോലെയൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. അതെല്ലാം നേരിട്ട് ഇതേപോലെ വയ്ക്കുകയാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. വെളിച്ചെണ്ണ കൂടെ വയ്ക്കുമ്പോണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അത് കഴിച്ചാലും പോതിരില്ല, അത്രയ്ക്ക് ടേസ്റ്റാണത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് വെക്കണം കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതല്ല നിങ്ങളിത് ആദ്യം കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റിൽ പറയാം കേട്ടോ. ഇതൊക്കെ ചെറുപ്പകാലത്ത് ഒരുപാട് കഴിച്ചിട്ടുണ്ട്. നമ്മുടെ വല്യമ്മമാരും ഉമ്മമാരൊക്കെ ഉണ്ടാക്കി തന്നിട്ട് ഒരുപാട് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ടേസ്റ്റൊക്കെ അറിയുന്ന ആ ഒരു നാവിലേക്ക് രുചി വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയാം. ഇതിൻ്റെ ആ ഒരു തോട് ഒഴിവാക്കിയിട്ട് ഉള്ളിൽ ആ ഒരു ഇറച്ചിൻ്റെ പീസ് ഉണ്ടല്ലോ, ആ ഒരു പീസ് എടുത്ത് നന്നായിട്ട് കഴിക്കുക, ആ ഒരു എരുന്ത് കഴിക്കുക. അപ്പോൾ അതിനോട് കൂടിയിട്ടുള്ള ഈ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ആകുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അടിപൊളിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഞാൻ വീഡിയോൻ്റെ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളിതിൻ്റെ ആ ഒരു തിളച്ച് വരുമ്പോൾ ഉണ്ടാകുന്ന ആ വെള്ളം നമ്മൾ എന്താ ചെയ്യുക എന്നുള്ളത്. ആ ഒരു വെള്ളത്തിൽ നിങ്ങൾ കുറച്ച് ഉപ്പിടേണ്ട ആവശ്യമില്ല കേട്ടോ. അതിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടാവും. അപ്പോൾ അതിൽ കുറച്ച് മാങ്ങ ചെത്തിയിടുക, പിന്നെ മുളക് ഇടുക. എന്നിട്ട് നമ്മൾ ചോറ് കഴിക്കുമ്പോൾ അതിലേക്കൊന്ന് കൂട്ടി കുഴച്ച് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. വേറെ ഒന്നും നമുക്ക് വേണ്ട, കറീൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ഒന്നിട്ട് ചെയ്ത് വെക്കാറുണ്ടെങ്കിൽ ഒന്ന് പറയാം കേട്ടോ. അപ്പോൾ ഞങ്ങളിതിന് തോട് കറി എന്നാ പറയാം, നിങ്ങൾ എന്താ പറയുക എന്നുള്ളത് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ.